ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വർത്താനം. ഇപ്പം ഇന്ന് രാവിലെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് സ്കൂൾ ഉച്ചയ്ക്ക് ശേഷം പോകാനുള്ളപ്പോൾ സമയമുണ്ടല്ലോ, അല്ലെങ്കിലും ചോറും ഒരു കറിയൊക്കെ അടുപ്പത്താണ് വെക്കൽ. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് പിന്നെ മുളക് കഴുകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. മാവേലി ചോറിന് വാങ്ങിച്ചായിരുന്നു. മുളകൊക്കെ ഒന്ന് കഴുകിയതൊന്ന് അരിപ്പക്കൊട്ടലിട്ട്, പിന്നെ നല്ല വെയിലും ഉണ്ടല്ലോ, അപ്പോൾ വേഗം ഉണങ്ങല്ലോ. പിന്നെ ഇന്ന് പുട്ടാണ് ചുട്ടത്. അപ്പോൾ അതിന് ഞാൻ മുടേരി പച്ചരി കൂടി പൊടിപ്പിച്ചിട്ടുണ്ട്. അതിന് അറ്റാൽ 3 പൊരിയെടുത്ത്, പിന്നെ ഒരു കോരിമൽ റവയും വെച്ച് 3 കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പുട്ട് സോഫ്റ്റും ആയിരിക്കും. മുടേരി പച്ചരി പൊടിപ്പിച്ച പൊടി അതിൻ്റെ കൂടെ റവയും കൂടി ഉപ്പും കൂട്ടി വെള്ളം ഒഴിച്ചിട്ട് കണക്കാക്കി ഇങ്ങനെ കട്ടുണ്ട്. അത് കൈകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും. കുറച്ച് സമയം ഇങ്ങനെ വെക്കണേ, കുഴച്ചിട്ട് സെറ്റായിരിക്കും. അപ്പോൾ പിന്നെ കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം മുറിച്ചിട്ട്. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണേ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ കറിയൊക്കെ അടുപ്പത്ത് ഞാൻ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുക്കൽ. വേഗം വേഗം എന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ മുളകൊന്ന് മുകളിൽ കൊണ്ടുപോയി ചിക്കിട്ടൊക്കെ വേഗം ചെയ്യുന്നതാണ്. രാവിലെ പോകാനുണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ മുളക് മേലെ ചിക്കിയിട്ട് പിന്നെ കറിയൊക്കെ അപ്പോഴത്തേക്ക് മസാലയൊക്കെ റെഡിയാക്കി. പിന്നെ തേങ്ങ പൊളിച്ചു. തേങ്ങൻ്റെ വെള്ളം നമുക്ക് എത്ര ദാഹമില്ലെങ്കിലും തേങ്ങൻ്റെ വെള്ളം കാണുമ്പോൾ ഒരു ദാഹമാണ്. പ്രകൃതി ദത്തമായതാണല്ലോ അല്ലേ, കളങ്കമില്ലാത്തത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പൂതിയാണ്. അതുകൊണ്ട് തേങ്ങൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കാണ്ട് കുടിച്ചാൽ. അങ്ങനെ തേങ്ങ ചിരണ്ടല്ലോ, കറിക്കും പുട്ടിനൊക്കെ തേങ്ങ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി. പിന്നെ പുട്ട് അടുപ്പത്ത് വെച്ച്. പുട്ട് പിന്നെ എളുപ്പത്തിലാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടില്ല. പുട്ട് വെച്ച് നമുക്ക് വേറെന്ത് എടുക്കുകയും ചെയ്യാം. വേണമെങ്കിൽ പത്തിരിയൊക്കെ ചൂടുമ്പോൾ അതിന് പറ്റില്ലല്ലോ. പുട്ടാകുമ്പോൾ അത് അടുപ്പത്ത് വെച്ച് നമുക്ക് വേറെന്തെങ്കിലും പണിക്ക് പോവാം. അങ്ങനെ പുട്ടൊക്കെ വെന്ത് ടേബിളിൽ കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ ചായ കുടിക്കാനുള്ള സമയമാവാനായി. അങ്ങനെ കറിയും റെഡിയായി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആളെത്തിയിട്ടുള്ളത്. അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും, ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ടേനും, പപ്പടവും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയും. ഉരുളക്കിഴങ്ങിൻ്റെ കറി ഞാൻ പിന്നെ ചെറിയ ഉള്ളിട്ടാണ് അത് വറവൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ അത് വന്നിട്ടില്ല, മിസ്സായി പോയിട്ടുണ്ട്, ഇതില്ല. അപ്പോൾ കറി അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ തന്നെ മസാല വെച്ച് നമ്മൾ പൊടിപ്പിക്കുമ്പോൾ നല്ലോണം എന്തെങ്കിലുമൊക്കെ കൂട്ടി നല്ലതാണ്. മറ്റേ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിലൊക്കെ അതിൻ്റെ കൂട്ടി ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഓക്കെ.